ഹായ് ഫ്രണ്ട്സ്, സുഖാണല്ലോ എല്ലാവർക്കും അല്ലേ? ഇന്ന് ഞാനിവിടെ ഒരു നാടൻ ഊണാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സാധാരണ ഒരു ലഞ്ച് എല്ലാവരും നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു ഓമക്കായ ഉപ്പേരി ഉണ്ടാക്കേണ്ടത്, പിന്നെ കപ്പയ്ക്ക വറുത്തത്, മുട്ട പൊരിച്ചതും, പിന്നെ തക്കാളി പരിപ്പ് കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഓമക്കായ എടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇതിന് പപ്പായ എന്ന് പറയും. ഇതിൻ്റെ തൊലിയും കുരുവെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞുള്ളി കൂടെ അരിഞ്ഞെടുക്കുകയാണ് ഞാൻ. പിന്നെ ഈ ആദ്യം തന്നെ നമ്മൾക്ക് ചോറ് വേവിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് തിളച്ച് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പരിപ്പും ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്, തക്കാളി പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപ്പ്. അടുത്ത് നമ്മൾക്ക് പാവയ്ക്കാണ് മുറിച്ചെടുക്കേണ്ടത്. ഇത് ഞാൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കുരു ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഉള്ളിലെ കുരുവൊക്കെ കളയുക. അതിന് ശേഷം ഇങ്ങനെ റൗണ്ടായിട്ടാണ് മുറിച്ചെടുക്കുന്നത് ഞാൻ. വറുക്കാനിപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും റൗണ്ടിലിരിക്കുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുരു കളഞ്ഞു കഴിഞ്ഞാൽ റൗണ്ടായിട്ട് മുറിച്ചെടുക്കാൻ പറ്റത്തുള്ളല്ലോ. അപ്പം ഇതുപോലെ ചെറിയ സ്ലൈസസ് ആക്കിയിട്ട് മുറിച്ചെടുക്കുക എല്ലാം. അതിന് ശേഷം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സവോള ഉണ്ട്, സവോളയും കൂടെ മുറിച്ചെടുക്കുക ചെറുതായിട്ട്. ഇനി അടുത്തത് തക്കാളി കറിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി, ഞാനൊരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഇതുപോലെ മുറിച്ചെടുക്കുക. പിന്നെ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകും ഉള്ളിയും കൂടെ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എളുപ്പത്തിൽ തന്നെ. അപ്പോൾ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ട കലക്കാൻ വേണ്ടിയിട്ട് ഉപ്പും കുരുമുളകും ഈ ഉള്ളിയും പച്ചമുളകിലോട്ട് ഇട്ടിട്ട് 2 മുട്ട ഞാൻ എടുക്കുന്നത്. ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. മുട്ട നമ്മൾക്ക് അവസാനം പൊരിച്ചെടുത്താൽ മതി. ഇതൊന്ന് കലക്കി വെക്കുക ആദ്യം തന്നെ. ഇനി നമ്മുടെ ഇപ്പം ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓമക്കായ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും പിന്നെ ഒരു പച്ചമുളക് 2 കീറിയിട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം. ഞാനിപ്പം ഈ ഒരു കളറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഈ സമയം കൊണ്ട് നമുക്ക് തക്കാളി കറി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് തക്കാളി ഇതുപോലെ വെള്ളം ഒഴിച്ച് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്, എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും ഇതും ഇട്ട് കുറച്ച് വേവിക്കാൻ വയ്ക്കാം. പിന്നെ പരിപ്പ് നമ്മൾ നേരത്തെ വേവിച്ച് വെക്കണം, അതിനകത്ത് ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെക്കേണ്ടത്. പിന്നെ ഇത് അരച്ചെടുക്കാനുള്ള സാധനം തക്കാളിക്ക് വേണ്ടിയിട്ട് തേങ്ങ, ജീരകം, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി ഇത് നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് കഴിയുമ്പം പരിപ്പുണ്ടല്ലോ അത് ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് തിളച്ചതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ തേങ്ങ അരപ്പുണ്ടല്ലോ അതും കൂടെ ഇതിലോട്ട് ചേർക്കുക. ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള ഉപ്പിടുക, ആവശ്യത്തിനുള്ള ഉപ്പിടുക. എന്നിട്ട് അത് തിളപ്പിക്കുക. അതിനുശേഷം ഇത് കടുക് വറുത്ത് അതിലോട്ട് ഒഴിക്കേ വേണ്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുത്തു. അത് ചൂടാകുമ്പം കുറച്ച് കടുക് ഇടുക, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ തക്കാളി കറിയിലോട്ട് ഒഴിക്കുക. അത്രേ ഉള്ളൂ, നമ്മുടെ തക്കാളി പരിപ്പ് കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഓമക്കായ ഇപ്പോൾ വെന്തിട്ടുണ്ട് ഈ സമയം കൊണ്ട്. ഇനി നമുക്ക് ഇതും കടുക് വറുത്തെടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയും അതുപോലെ കടുക് പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ഉള്ളി ഇടുക, കുഞ്ഞുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചത്. അതിനുശേഷം ചതച്ച മുളക് ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മളുടെ വേവിച്ച് വെച്ച ഓമക്കായും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അടിപൊളിയായിട്ടുള്ള ഓമക്ക ഉപ്പേരിയും റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് കപ്പയ്ക്ക വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടാവുമ്പോൾ കപ്പയ്ക്കയും അതുപോലെ ഉള്ളിയും കൂടെ ഒരുമിച്ച് തന്നെ ഇട്ടാൽ മതി, തന്നെ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. അതിനുശേഷം കുറച്ച് വഴറ്റിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം കുറച്ച് മുളക് പൊടിയും കൂടെ ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇത് വറുത്തെടുക്കുകയാണ്. കുറച്ച് എണ്ണ കൂടുതൽ തന്നെ ഒഴിക്കണം ഇതിനകത്ത്. ഇത് നന്നായിട്ട് മൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്തത് മുട്ട പൊരിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് പാനിലോട്ട്. എന്നിട്ട് മുട്ട ഒഴിച്ച്, ഇതിപ്പം മുട്ട വറുക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, എളുപ്പത്തിലുള്ള സംഭവമാണ്. അപ്പോൾ നമ്മുടെ മുട്ടയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക്
ചോറ് വിളമ്പാവും. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ഉച്ചയൂണ് റെഡിയാക്കാൻ പറ്റും. ഇത് നമ്മുടെ ഓമക്കായൊക്കെ വീട്ടിൽ തന്നെ കിട്ടും. തക്കാളിയൊക്കെ എപ്പോഴും ഉണ്ടാവും. പിന്നെ പാവയ്ക്കയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങോ ഇല്ലെങ്കിൽ ഇതുപോലെ വെണ്ടയ്ക്ക, വഴുതനങ്ങ ഒക്കെ ഉപയോഗിക്കാം. കുറച്ച് അച്ചാറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഊണാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.